അല്ല, ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 85 മിനിമം കിട്ടും, അത് 100 വരെ പോകാം. 102 പട്ടിയൂർക്കാവിലെ ഭൂരിപക്ഷം ഞാൻ പറഞ്ഞു. ഞാൻ കൊട്ടക്കണക്കിന് കണക്കൊന്നും പറഞ്ഞില്ല. ഞാൻ 5-നും 7-നും മധ്യേ അതിൽ 5400 വോട്ട് കിട്ടി. നമ്മൾ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ അസസ്മെന്റിനേക്കാൾ കൂടുതലായിട്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഉദാഹരണം പറഞ്ഞാൽ പയ്യന്നൂര്, തളിപ്പറമ്പൊന്നും ഞങ്ങളിതിൽ കൂട്ടിയിരുന്നില്ല. പക്ഷെ പയ്യന്നൂർ ഇത്ര വലിയ അട്ടിമറി നടക്കുന്ന ആരും വിചാരിച്ചില്ല. 46,000 വോട്ടിന് ജയിച്ച സീറ്റാണ് ഇത്തവണ 7,000-ന് കുഞ്ഞികൃഷ്ണൻ വിജയിച്ചത്. തളിപ്പറമ്പിൽ 10-ലും മേലെ ഭൂരിപക്ഷത്തിനാണ് ഗോവിന്ദൻ വിജയിച്ചത്. ഇത് വ്യക്തമായിട്ടുള്ള CPM-ന്റെ സംസ്ഥാന നയത്തിനെതിരെ പാർട്ടി പ്രവർത്തകരിലുണ്ടായ വികാരമാണ് ഈ കണ്ണൂരെ കോട്ടകൾ, CPM-ന്റെ കോട്ടകൾ തകരാനുണ്ടായ സാഹചര്യം. മറ്റേത് സ്ഥിരം കള്ളവോട്ട് കൊണ്ടൊക്കെയാണ് ജയിച്ചിരുന്നതെങ്കിൽ ഇത്തവണ കള്ളവോട്ടിന് ഏർപ്പാടൊക്കെ ചെയ്തു. പക്ഷെ വോട്ട് ചെയ്യാൻ അകത്ത് പോയവർ ശരിക്കുള്ള വോട്ട് ചെയ്തു, ചെയ്യേണ്ടവർക്ക് വോട്ട് ചെയ്തു. അപ്പം അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം പഠിക്കേണ്ട ഒരു പാഠം പറയുന്നത്. ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തുക. UDF-നും ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. ഇത്രയും മൃഗീയ ഭൂരിപക്ഷം കിട്ടുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ UDF-ന് കഴിയണം. കാരണം 2001 അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ട്. 2001 എല്ലാവരും ഞാനുൾപ്പെടെ അതിൽ മതിമറന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി പിന്നെ കോൺഗ്രസ് 1-ാം സ്ഥാനത്ത് വരാൻ ഏതാണ്ട് 15 വർഷം എടുത്തു. ഇത് മുൻകാല തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ചാൻസാണ്. അത് എല്ലാ UDF നേതാക്കളും ഒരുമിച്ചുകൊണ്ട് തന്നെ ടീം UDF ആയിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ വിജയിപ്പിച്ചു വിട്ടവർ എന്ത് ചെയ്യുന്നു എന്ന് ജനങ്ങൾ പരിശോധിച്ചു. അവരുടെ മുമ്പിൽ പാർട്ടിയും UDF ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞ ടീം UDF എന്നുള്ള സ്ലോഗൻ, അതിന് ഇനിയും പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാം, സാമൂഹ്യ മാധ്യമങ്ങളെ ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അത് ഒരു മാറ്റം ആരും വിചാരിച്ചാലും വരുത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തീരുമാനം ദേശീയ നേതൃത്വം സ്വീകരിക്കും. അല്ല, അത് പരാജയങ്ങൾ കൂടെ ഞങ്ങൾ പരിശോധിക്കും. 35 സീറ്റിൽ LDF ജയിച്ചല്ലോ, അവിടെ എന്തുകൊണ്ട് UDF പരാജയപ്പെട്ടു എന്നുള്ളത് അതാത് നിയോജകമണ്ഡലം തലത്തിൽ അന്വേഷിക്കും. അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ എല്ലായിടത്തും കേരളം ഉൾപ്പെടെ BJPക്കെതിരെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കാഴ്ചവെക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ കേരളത്തിലെ ചില മേഖലകളിൽ മൈനോറിറ്റി കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്, ഇത് 3ഉം UDF ആണ് സ്ഥിരമായിട്ട് BJPയെ തോൽപ്പിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് നേമത്ത് CPM-ന് അതിന് കഴിഞ്ഞില്ല? കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ച സന്ദർഭത്തിൽ അന്ന് മൈനോറിറ്റി N ബ്ലോക്കായിട്ട് ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്തു. പക്ഷേ ശിവൻകുട്ടിക്ക് നിലനിർത്താൻ കഴിഞ്ഞു. അന്ന് എനിക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസി ഇപ്പോഴും UDF-ന്റെ കയ്യിലുണ്ടാകുമായിരുന്നില്ലേ? അപ്പോൾ മൈനോറിറ്റി കേരളത്തിന്റെ ചില ഭാഗങ്ങൾ അവർ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസും UDF-ഉം ആണ് കേരളത്തിൽ ഇന്ത്യയെ പോലെ തന്നെ BJPയെ നേരിടാൻ പറ്റിയ പ്രസ്ഥാനം. ഇപ്പോ നിയമത്തെ കുറിച്ച് പറയുന്നത്, അങ്ങ് പിടിച്ച വോട്ട് ഇത്തവണ കോൺഗ്രസ് പിടിക്കാൻ ഏതാണ്ട് ഒരു 7,000 വോട്ടിന്റെ കുറവ്. ഇപ്പോൾ 7,000 ഞാൻ നോക്കിയിടത്തോളം 10,000 വോട്ടിന്റെ മൈനസ് വന്നു. അത് ഞങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം തന്നെ ഈ PV എന്നത് PK ശശി രാഷ്ട്രീയ തലത്തിലോ അസ്ത്രത്തിലാണ് ഇവന്റിലാത്ത രണ്ടുപേരാണ് അൻവറും PK ശശിയും. ഈ രണ്ടുപേരുടെയും കൂടെ UDF ചേർന്നുകൊണ്ട് UDF-ന് എന്ത് നേട്ടം ഉണ്ടായി? അത് ഒരു പോസിറ്റീവ്. UDF-ന് ഒരു കോട്ടം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ UDF 26,000-ന് തോറ്റ വേപ്പൂര് ഇത്തവണ 7,000-നെ പോയിട്ടുള്ളൂ. ഒറ്റപ്പാലത്തും
അതുപോലെ തന്നെയാണ് സ്ഥിതി. അപ്പോൾ അവരെ വെച്ചുകൊണ്ട് ഒരു കോട്ടവും പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ സുധാകരൻ മത്സരിച്ചുകൊണ്ട്, കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചുകൊണ്ട്, ശ്രീ ഗോവിന്ദൻ മത്സരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നേട്ടമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും പാർട്ടിയുടെ ഒരു സ്റ്റാൻഡും ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല. ഇത് മനസ്സിലാക്കേണ്ടത് കേരള നിയമസഭയിൽ UDF LDF ആണ് ഭരിക്കുക എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. എന്നിട്ട് എങ്ങനെ 3 BJPക്കാർ ജയിച്ചു എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ബംഗാൾ പിടിച്ചടക്കുന്നത് BJP പറഞ്ഞു, ബംഗാൾ പിടിച്ചു. ഇനി മോഡിയുടെ കണ്ണുകൾ കേരളത്തിലായി. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പ്രവർത്തിക്കുക. അത്രയും പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.